ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്ത് 5 കേന്ദ്രങ്ങളിൽ ഗുരുവായൂർ ദിവസം സെമിനാർ സംഘടിപ്പിച്ചിരുന്നു. ആഘോഷങ്ങൾ 6 കേന്ദ്രങ്ങളിൽ നടന്നു. 5ാമത്തെ സെമിനാറാണ് ഇവിടെ ചെമ്പൈ ഗുരുനാഥ ഭഗവതിയുടെ പേരിൽ അറിയപ്പെടുന്ന പാലക്കാട് ഗവൺമെൻറ് ചെമ്പൈ സ്മാരക സമിതി കൂടെ തുടങ്ങി തിരുവനന്തപുരം ഗവൺമെൻറ് വിമൻസ് കോളേജ്, തൃശ്ശൂർ സംഗീത നാടക അക്കാദമി, റീജിയണൽ തിയേറ്റർ, കേരള കലാമണ്ഡലം, ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രം. ഇന്നത്തെ സംഗീത സെമിനാർ ഔപചാരികമായി ആരംഭിക്കുകയാണ്. ഈ സെമിനാറിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്ന ശ്രീ അറക്കൽ നന്ദകുമാർ, ശ്രീ ദേവി ശ്രീമതി ജി സീത, ബഹുമാനായ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ, ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയുടെ അംഗകൂടിയായിട്ടുള്ള ശ്രീ കെ പി വിശ്വനാഥൻ ഉൾപ്പെടെ എല്ലാ വിശിഷ്ടാതിഥികളുടെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഔപചാരികമായി ഭഗവദീപം തെളിയിച്ച് ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങ് ആദ്യം തുടങ്ങും. അതിനുശേഷം ഉദ്ഘാടന പ്രസംഗം, അതിനുശേഷം ഔപചാരികമായി സെമിനാറിലേക്ക് കടന്നു വരും. ഭഗവദീപം തെളിയിച്ച് സംഗീത സെമിനാറിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ആരാധ്യനായ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അവർ നിർവഹിക്കുന്നതാണ്. എല്ലാ വിശിഷ്ടാതിഥികളെയും ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു. കേരള കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥി കുമാരി ദേവിയെ ക്ഷണിക്കുന്നു.
കെ പി വിശ്വനാഥൻ അവരുടെ ആദരവോടും ചെയ്തു. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള ഏറ്റവും പ്രിയമുള്ളവർ, അതിലായിട്ടുള്ള കർണാടക സംഗീതത്തിൽ പത്മഭൂഷൺ ചെമ്പൈ വൈദ്യനാഥ ഭാഗവത് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായി ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി നടത്തിവരുന്ന ചെമ്പൈ സംഗീതോത്സവത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾക്ക് ഇന്ന് വൈകിട്ടോട് കൂടി സമാപനം കുറിക്കുക. കഴിഞ്ഞ ആഗസ്റ്റ് 17-ന് ചെമ്പൈ ഗ്രാമത്തിൽ കോട്ടായിൽ ചെമ്പൈ സ്വാമികളുടെ വസതിയിൽ ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി ശ്രീ വാസവൻ അവരുടെ ഉദ്ഘാടനം ചെയ്ത് അങ്ങ് കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധങ്ങളായ കേന്ദ്രങ്ങളിൽ സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ള ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിലാണ് ഇന്ന് നാം നിൽക്കുന്നത്. ഇന്ന് സുവർണ ജൂബിലി ആഘോഷ പരിപാടികളുടെ സമാപനം ഗുരുവായൂരിൽ നടക്കുമ്പോൾ അതിന് മുന്നോടിയായി നടക്കുന്ന സെമിനാറാണ് ഇവിടെ തുടങ്ങാൻ പോകുന്നത്. സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഏറ്റവും ഭംഗിയായി ഭരണസമിതിയും ചെമ്പൈ സബ് കമ്മിറ്റിയും ആലോചിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി അതിനേക്കാൾ ഭംഗിയായി എല്ലാ സ്ഥലങ്ങളിലും സെമിനാറുകൾ, സംഗീത സദസ്സുകൾ, അതോടൊപ്പം തന്നെ ഓരോ മേഖലയിലും നൂറുകണക്കിന് സംഗീതജ്ഞരുടെ അവരുടെ പ്രകടനങ്ങൾ പല സന്ദർഭങ്ങളിൽ രാവിലെ മുതൽ 7 മണിക്ക് ആരംഭിച്ച് വൈകിട്ട് സെമിനാർ തുടങ്ങുന്നത് വരെയുള്ള മുഴുവൻ സമയം സംഗീത കച്ചേരി അവതരിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു വിപുലമായ രീതിയിലേക്കാണ് ഈ പരിപാടി നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയുന്നത്. അത് തന്നെ പല മേഖലയിൽ നിന്നും നമുക്ക് വലിയ അംഗീകാരമാണ് ലഭിച്ചത്. കാരണം ആദ്യം നമ്മൾ ആലോചിക്കുമ്പോൾ സെമിനാർ, അതോടൊപ്പം തന്നെ ഓരോ മേഖലയിലും അതിൻ്റെ ഉദ്ഘാടന സെക്ഷനുകൾ, പ്രധാനപ്പെട്ട സംഗീതത്തിൽ പങ്കെടുത്തുകൊണ്ടുള്ള സംഗീതത്തിൽ നിന്ന് അങ്ങനെ മാത്രമാണ് ആലോചിച്ചതെങ്കിലും പിന്നീട് ഓരോ സ്ഥലങ്ങളിലേക്കും അതിൻ്റെ സംഘാടന സമിതിയിലേക്ക് ചെല്ലുമ്പോൾ ആ പ്രദേശങ്ങളിലെ സംഗീത വിദ്യാർത്ഥികളെ അവർക്ക് കൂടി അവസരം ഈ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തീരാൻ, ചെമ്പൈ സ്വാമികളുടെ സുവർണ ജൂബിലി ആഘോഷ പരിപാടികളുടെ ഭാഗമായി അവർ ഒരു 5 മിനിറ്റ് ഒരു കീർത്തനം ആലപിക്കാൻ കഴിഞ്ഞാൽ അത് ഏറെ സന്തോഷകരമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ മേഖലയിലും നൂറുകണക്കിന് കുട്ടികൾ പങ്കെടുത്തുകൊണ്ടാണ് സംഗീത സദസ്സുകൾ രാവിലെ മുതൽ അരങ്ങേറിയത്. എല്ലാ സ്ഥലത്തും സെമിനാറുകൾ, സംഗീതവുമായി ബന്ധപ്പെടുന്ന വിവിധ മേഖലകളെ തിരിച്ചുകൊണ്ട് കേരളത്തിലെ ഇന്ന് ലഭിക്കാവുന്ന ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് സെമിനാറുകൾ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് എന്നാൽ ഇവിടെ ഈ സമാപന തലത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഭരണസമിതി അംഗമെന്ന നിലയിലേക്ക് ഏറ്റവും സന്തോഷകരമായിട്ടാണ് എനിക്കും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഭരണസമിതി ഉൾപ്പെടെ എല്ലാവർക്കും ഇതിന്റെ സംഘാടകരായിട്ടുള്ള ആളുകൾക്കെല്ലാം. ഇന്ന് വൈകിട്ട് ഇതിന്റെ സമാപന സമ്മേളനം നമ്മുടെ വേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ്. വിചാരവിശദാംശങ്ങളിൽ നിന്ന് കടന്നു പോകുന്നത് നമുക്കിവിടെ പ്രധാനപ്പെട്ടത് സെമിനാർ. ആ സെമിനാറുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളുണ്ട്.
ആ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ എത്തിച്ചെന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നേരിട്ട് എൻ്റെ ചെറിയ കർത്തവ്യത്തിലേക്ക് മാത്രം ഞാൻ കിടക്കുകയാണ്. ഇന്ന് നമ്മുടെ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭരണസമിതിയുടെ ചെയർമാനായിട്ട് ഡോക്ടർ പി കെ വിജയൻ സാറാണ്. അദ്ദേഹമാണ് ഇന്ന് സെമിനാർ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തെ ഞാൻ ഭരണസമിതിക്ക് വേണ്ടി സബ് കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. എന്ന് പ്രബന്ധം അവതരിപ്പിക്കുന്നത് ശ്രീ വി കെ ഹരിനാരായണൻ, കവിയും ഗാനരചിതാവുമായ വി കെ ഹരിനാരായണനാണ് പ്രബന്ധം ഇവിടെ അവതരിപ്പിക്കുന്നത്. വിശിഷ്ടാതിഥിയായി ഇവിടെ എത്തിച്ചേർന്നുള്ള വി കെ ഹരിനാരായണനാണ്. അദ്ദേഹത്തിന് ഞാൻ ആദ്യമായിട്ട് പ്രശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് പ്രബന്ധം അവതരിപ്പിക്കുന്നത് ബേബി ശ്രീറാം. വിഷയം കർണാടക സംഗീതത്തിൽ മനോധർമ്മ സംഗീതത്തിന്റെ വിവിധ തലങ്ങൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സെമിനാർ അവതരിപ്പിക്കുന്നത്. ഡോക്ടർ ബേബി ശ്രീറാമിനെ ഞാൻ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു പ്രബന്ധം അവതരിപ്പിക്കുന്നത് അരക്കൽ നന്ദകുമാറാണ്. അസിസ്റ്റന്റ് പ്രൊഫസർ സംഗീത വിഭാഗം, സ്കൂൾ ഓഫ് ഡ്രാമ ഫൈനാൻസ്. വിഷയം രാഗങ്ങളിലെ ഇണകൾ എന്ന രണ്ടാമത്തെ പ്രബന്ധം അവതരിപ്പിക്കുന്നത് ശ്രീ അരക്കൽ നന്ദകുമാർ അവരുകളാണ്. ഇതിന്റെ മോഡറേറ്ററായി ഡോക്ടർ കെ മണികണ്ഠൻ ഗുരുവായൂർ, ശ്രീ ആനയടി പ്രസാദ് ആണ് എൻ്റെ മോഡറേറ്റർമാരായി ഈ സെമിനാറിൽ പങ്കെടുക്കുന്നത്. രണ്ടുപേരും ഇത് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്തിട്ടുള്ള സബ് കമ്മിറ്റി അംഗങ്ങൾ, നിരവധിയായിട്ടുള്ള ആളുകൾ ഈ സ്വർണ്ണ ജൂബിലി ആഘോഷ പരിപാടികളുടെ ഭാഗമായിട്ട് നിരന്തരം ഈ മേഖലയിലെ സബ് കമ്മിറ്റികൾ ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരും അതിന്റെ ഭാഗമായി പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ നമ്മൾ വീണ്ടും കൊട്ടായിലേക്ക് പോവുകയാണ്. കൊട്ടായിൽ നിന്ന് നാളെ തമ്പുരു 15-ാം തീയതി തമ്പുരു ഏറ്റുവാങ്ങി 16-ാം തീയതി ആ തമ്പുരു പ്രയാണം ആരംഭിച്ച് ഗുരുവായൂർ എത്തിച്ചേരും. അതിന് സ്വീകരണം. അതോടൊപ്പം തന്നെ വൈകുന്നേരം നമ്മുടെ ഈ വർഷത്തെ ചബൈ സംഗീതോത്സവത്തിന് തുടക്കം കുറിക്കുന്ന ഉദ്ഘാടന പരിപാടികൾ 17-ാം തീയതി മുതൽ രാപകലില്ലാതെ ഒരു സംഗീത സാന്ദ്രമായിട്ടുള്ള അന്തരീക്ഷം നമ്മുടെ ഗുരുവായൂരിൽ മറ്റേ 47-ാം തീയതി ആരംഭിക്കുകയാണ്. ഏതായാലും ഈ സന്തോഷ സുദിനത്തിൽ ഭാഗമാകാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം കൂടി പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ന് സെമിനാറിൽ വീക്ഷിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ വേദിയിൽ സദസ്സിലിരിക്കുന്ന ബഹുമാന്യ മിത്രങ്ങൾ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടി ആരാധന ദേവസ്വം ചേർന്ന ഡോക്ടർ വി കെ വിജയൻ അവരെ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ഭരണസമിതികളും ശ്രീ കെ പി വിശ്വനാഥൻ, ഇന്നത്തെ സെമിനാറിൽ പ്രബന്ധാവതരണത്തിന് എത്തിയിട്ടുള്ള ഡോക്ടർ ബേബി ശ്രീറാം, ശ്രീ അരക്കൽ നന്ദകുമാർ, ഈ സെമിനാറിൻ്റെ മോഡറേറ്ററായിട്ടുള്ള ശ്രീ മണികണ്ഠൻ, ചെന്നൈ സംഗീതോത്സവത്തിൻ്റെ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള സെമിനാറുകളുടെ ചുമതല നിർവഹിക്കുന്ന ശ്രീ പ്രസാദ്, സദസ്സിൽ ഉപവിഷ്ടരായിട്ടുള്ള സംഗീതോത്സവ സബ് കമ്മിറ്റിയുടെ അംഗങ്ങളെ, സംഗീതത്തിലെ പ്രിയമുള്ളവരെ, 2023
ഗുരുവായൂർ ദേവസ്വം ചെമ്പൈ സംഗീതോത്സവത്തിൻ്റെ 50ാം വാർഷികവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി, കൃത്യമായി പറഞ്ഞാൽ ചിങ്ങമാസം 1-ാം തീയതി മുതൽ വിവിധ ഇടങ്ങളിലായിട്ട് ചെമ്പൈ സംഗീതോത്സവ സുവർണ ജൂബിലി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള കാര്യം സ്വാഗത പ്രസംഗത്തിലൂടെ സൂചിപ്പിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഒരു ഗുരുപൂജ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങളുടെ മനസ്സിലുണർന്ന ചിന്തയുടെ ഒരു ബഹിസ്ഫുരണമാണ് കേരളത്തിൽ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുമായി ബന്ധപ്പെട്ടിട്ടുള്ള 6 കേന്ദ്രങ്ങളിലായിട്ട് ഈ സംഗീതോത്സവത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ സംഘടിപ്പിക്കുക എന്നത്. ഓരോ ഇടങ്ങളിലും അനുസ്മരണ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുക, അനുസ്മരണ പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കുക, അതിൻ്റെ ഭാഗമായി ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള വാഗ്ഗേയകാരന്മാരെ കൊണ്ടുവന്ന് അവരുടെ കച്ചേരികൾ നടത്തുക, 4 ഇടങ്ങളിലായിട്ട് സംഗീതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെമിനാറുകൾ സംഘടിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്നത്. ആ രീതിയിലുള്ള ഒരു പദ്ധതിയുമായാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. ഒരു നല്ല രീതിയിലുള്ള പ്രതികരണമാണ് ഈ എല്ലാ ഇടങ്ങളിലും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് വളരെ സന്തോഷമുളവാക്കുന്ന കാര്യമാണ്. ചിങ്ങമാസം 1-ാം തീയതി വൈകിട്ട് ഈ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരാധ്യനായ കേരളത്തിലെ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ അവர்களാണ്. അന്ന് അദ്ദേഹം ചെയ്തിട്ടുള്ള ആ ഒരു ഉദ്ഘാടന പ്രസംഗം മാത്രം മതി ചെമ്പൈ അനുസ്മരണ പ്രഭാഷണത്തിൻ്റെ മാറ്റെന്താണ് എന്ന് തെളിയിക്കുന്ന, അതിൻ്റെ പ്രസക്തി എന്താണ് എന്ന് തെളിയിക്കുന്ന അത്രയും ഗംഭീരമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ദേവസ്വം വകുപ്പിൻ്റെയും ദേവസ്വം മന്ത്രിയുടെയും ഒക്കെ അകമഴിഞ്ഞ പിന്തുണയും പ്രോത്സാഹനവും ഈ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് ഉണ്ടായി എന്നുള്ളത് പ്രത്യേകം സ്വാതന്ത്ര്യമാണ്. ഇന്നതിൻ്റെ സമാപനം ഇവിടെ ഗുരുവായൂരിൽ വെച്ച് നടക്കുകയാണ്. ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കേവർക്കും ആരാധ്യനായ, നമുക്കേവർക്കും പ്രിയങ്കരനായ കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരിയായിരുന്ന, ചീഫ് സെക്രട്ടറി ആയിരുന്ന, മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്ന, കവിയും പ്രഭാഷകനും എല്ലാമായിട്ടുള്ള ശ്രീ K. ജയകുമാർ അവர்களാണ്. അദ്ദേഹം ഇപ്പോഴും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നിയുക്ത പ്രസിഡന്റ് കൂടി ആണ് എന്നുള്ളത് ഏറെ സന്തോഷത്തിന് വക നൽകുന്നു. ഇന്നിപ്പോഴും ഇവിടെ ഈ സെമിനാർ നടക്കുമ്പോഴും നേരത്തെ മറ്റുള്ള സ്ഥലങ്ങളിൽ നടന്ന സെമിനാറുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. ഡോക്ടർ ബേബി ശ്രീറാം അവതരിപ്പിക്കുന്നത് കർണാടക സംഗീതത്തിൽ മനോധർമ്മ സംഗീതത്തിൻ്റെ വിവിധ തലങ്ങൾ. യഥാർത്ഥത്തിൽ എങ്ങനെയൊക്കെയാണ് കർണാടക സംഗീതത്തിൽ മനോധർമ്മത്തിന് പ്രസക്തി വരുന്നത്, അത് ഏതൊക്കെ രീതിയിൽ ആസ്വാദ്യകരമായിട്ട് പ്രയോക്താക്കൾക്ക് പ്രയോഗിക്കാൻ കഴിയും എന്നുള്ളത് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരാണ്. കാലാകാലങ്ങളായിട്ട് ഇന്ന രാഗത്തിൽ മാത്രമേ പാടാവൂ എന്നൊക്കെ വിശ്വസിച്ചു പോന്നിരുന്ന കൃതികൾ പോലും അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ വളരെ മനോഹരമായിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച് അതങ്ങനെ ആകുമ്പോഴാണ് കുറച്ചുകൂടി നന്നാവുക എന്നുള്ളത്, കുറച്ചുകൂടി ആസ്വാദ്യമാവുക എന്നുള്ളത് നമ്മളെ ബോധ്യപ്പെടുത്തി തരികയും കൂടിയാണ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ചെയ്തിരുന്നത്.
മാത്രമല്ല ശിഷ്യരോടുള്ള